ഒരു സമയത്ത് എൻ്റെ കുറേ നാളുകൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുന്നേ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത്, ഇത് ഒന്നിൻ്റെ പ്രൊമോഷൻ ഒന്നുമല്ല കേട്ടോ, അതായത് എൻ്റെ അടുത്ത് ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞു, നീ ചോറ്റാനിക്കരയിൽ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ട് ഇങ്ങനെ ജസ്റ്റ് വെറുതെ ഒന്ന് പറഞ്ഞാൽ മതി, നമുക്ക് കിട്ടുന്നതിൽ ഒരു പങ്ക് അമ്മയ്ക്കുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കണം എന്ന് പറഞ്ഞു. അന്ന് ഓക്കെ, വേറെ വഴിയില്ല, ഇനി ഇതും കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്യാൻ തുടങ്ങിയ പിന്നെയാണ് എൻ്റെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വന്നത്. ഒരുപക്ഷെ ഞാൻ ഇവിടെ പോലും ഇരിക്കത്തില്ല, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഇതുകൊണ്ട് കുറേയൊക്കെ, അതായത് നമ്മൾ കുറച്ച് വിഹിതം മാറ്റി വയ്ക്കുക. ഞാൻ ഇതുവരെയായിട്ടും അവിടെ ചെന്നിട്ട് ആദ്യമൊക്കെ ഞാൻ കൊണ്ടുപോയി പൈസയൊക്കെ അവിടെ ഇടുമായിരുന്നു. പിന്നീട് ഞാൻ എന്തോ എനിക്ക് മനസ്സിൽ തോന്നി, അവിടെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ അമ്മയ്ക്ക് ചെയ്യുന്നത് വേറെ, എനിക്കൊരു സന്തോഷം കിട്ടുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, ഞാൻ അവിടുന്ന് മാല മേടിച്ചു കൊടുക്കാം, കേശാദിപാദം മാലയുണ്ട്, അപ്പം അങ്ങനെ മേടിച്ചു കൊടുക്കാം. അപ്പം അതാകുമ്പോൾ എനിക്ക് ഇട്ട് കാണാമല്ലോ, ഞാനത് ഇട്ട് കണ്ടിട്ടേ ഞാൻ പോരുള്ളൂ, അപ്പം അതെനിക്കൊരു സന്തോഷം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടാണ് പിന്നെ അത് മാറി തുടങ്ങിയത്. ചിത്ര ചോറ്റാനിക്കര അമ്മയുടെ വലിയൊരു ഭക്തയാണോ? അതെ അതെ. കറതീർന്ന ഭക്തിയല്ലേ? അതെ. നിങ്ങൾ കളങ്കമില്ലാതല്ലേ? അതായത് നിങ്ങൾ കോടീശ്വരിയല്ല, അല്ല. നിങ്ങൾക്ക് കിട്ടുന്ന ചെറിയ വിഹിതത്തിൽ നിന്നാണ് നിങ്ങൾ ചോറ്റാനിക്കര അമ്മയ്ക്ക്, ഇപ്പം നിങ്ങൾ പറഞ്ഞു ഞാൻ ആ മാലയിട്ട് അമ്മ കാണുമ്പോൾ എനിക്കൊരു സംതൃപ്തി ഉണ്ട് എന്ന് പറയുന്നു. നിങ്ങളുടെ വലിയ പൈസ ഉള്ളത് കൊണ്ടല്ല നിങ്ങളത് കൊണ്ട് കൊടുക്കുന്നത്, നിങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരു വിഹിതമാണ്. നിങ്ങൾ അവിടെ പോയി തൊഴുമ്പോൾ ക്യൂ നിന്നാണ് തൊഴാറുള്ളത്? നിങ്ങൾക്ക് അവിടെ പ്രിവിലേജ് ഒന്നും കിട്ടിയിട്ടില്ല. ചോറ്റാനിക്കര ടൗൺഷിപ്പ് ആക്കാന്ന് പറഞ്ഞ് ഏതോ ഒരു അന്യനാട്ടുകാരൻ ഒരാൾ വന്നിട്ട് ഫ്രീ ആയിട്ട് ക്യൂ നിൽക്കാതെ തൊഴുതിട്ട് പോയിട്ടുണ്ട്, അവിടെ താമസിച്ചിട്ടുണ്ട്. എന്തിയാ ടൗൺഷിപ്പ്? എൻ്റെ ചോദ്യം, നിങ്ങളിത് പുറത്തു വിടണം കേട്ടോ. എവിടെയാ ടൗൺഷിപ്പ്? നിങ്ങൾ കേട്ടില്ലേ? കേട്ടിട്ടുണ്ടായിരുന്നു? എന്നാൽ നിങ്ങൾ കേട്ടോ, എത്ര 1000 കോടിയുടെ ഒരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞ് ചോറ്റാനിക്കരയിൽ വന്നിട്ട് ഒരു വലിയ പ്രഖ്യാപനം നടത്തുകയും അദ്ദേഹം ഗ്രൂപ്പായിട്ട് വന്ന് അവിടെ തൊഴുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് ക്യൂ ഒന്നും നിൽക്കാതെ അദ്ദേഹം അവിടുത്തെ പ്രിവിലേജ് എല്ലാം യൂസ് ചെയ്തിട്ട് പോയി ഭക്തനാണെന്ന് പറഞ്ഞിട്ട് എവിടെയാ പൈസ? എവിടെയാ ടൗൺഷിപ്പ്? അയാൾക്ക് പ്രിവിലേജ് കിട്ടി. തുച്ഛമായ വരുമാനം കൊണ്ട് ചോറ്റാനിക്കര അമ്മയ്ക്ക് ഒരു നേർച്ച, മറ്റാരോടും പറയാത്ത വമ്പൻ പ്രഖ്യാപനങ്ങൾ, പത്രസമ്മേളനം നടത്തി എൻ്റെ വരുമാനത്തിൻ്റെ ഒരു വിഹിതം ഞാൻ ചോറ്റാനിക്കര അമ്മയ്ക്ക് കൊടുക്കുന്നു എന്ന് പറയാത്ത ചിത്ര, രഹസ്യമായി മനസ്സിൽ പറഞ്ഞ ചിത്ര, വരുമാനം കിട്ടി തുടങ്ങിയപ്പോൾ കുഞ്ഞു പൈസയാണെങ്കിലും അതിൻ്റെ വിഹിതം കൊണ്ട് അമ്മയ്ക്ക് കൊടുക്കുകയും പിന്നീട് മാല മേടിച്ചു കൊടുത്ത് അത് അമ്മയെ ചാർത്തി കണ്ടിട്ട് തൊഴുത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നിങ്ങളാണ് വിശ്വാസി. പക്ഷെ നിങ്ങൾക്ക് എവിടെ പ്രിവിലേജ്? നിങ്ങൾക്ക് എവിടെയാണ് പ്രിവിലേജ് കിട്ടിയത്? ഇത് മാറണ്ടേ? ഇതാണ് ഞാൻ പറയുന്നത്. ആരാണ് അമ്പലത്തിൽ കയറി പ്രാർത്ഥിക്കേണ്ടത്? ആരാണ് അമ്പലത്തിൽ യഥാർത്ഥ വിശ്വാസിയും ചോദിച്ചാൽ അവിടെ ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥിക്കുകയും വഴിപാട് നടത്തുന്ന ആളല്ലെന്നേ, നടത്തിപ്പിക്കുന്ന നമ്മളാണ്. അത് വിശ്വാസിയെ കബളിപ്പിക്കരുത്. അവൻ കറതിരുന്ന വിശ്വാസിയാണ്. ഇപ്പം ഈശ്വര വിശ്വാസമുള്ള, ഞാൻ ചോദിക്കട്ടെ ചിത്ര ഏറ്റവും കൂടുതൽ ധർമ്മക്കാരെന്നാണ് നമ്മൾ പറയുന്നത്, ഭിക്ഷക്കാർ ധർമ്മക്കാരെന്നാണ് ഞങ്ങളൊക്കെ പറയുന്നത്. അവരെ കണ്ടിട്ടുള്ളത് എവിടെയാണ്? അമ്പലങ്ങളിലാണ്, ആരാധനാലയങ്ങളുടെ മുമ്പിലാണ്. അമ്പലം എന്നുള്ള വീട് നിങ്ങൾ പള്ളിയിൽ കാണാം, ക്രിസ്ത്യൻ വലിയ വലിയ പള്ളികളിൽ കാണാം, പള്ളികളുടെ മുമ്പിൽ കാണാം. അപ്പൊ ഞാൻ വരുമ്പോൾ ഞങ്ങളുടെ അടുത്ത് മരുതിമൂട് പള്ളിയുണ്ട്, അവിടെ കാണാം വലിയ വലിയ. ഞാൻ അങ്ങനെയാണ് ഞാൻ നിർത്തിയത്, അവിടെ പോയി വഴിപാടിടാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ നോക്കുമ്പോഴേക്കും നമ്മൾ അവിടെ കൊണ്ട് വഴിപാടിടുന്നുണ്ട്, ഇവരിങ്ങനെ കൈ നീട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് തോന്നിയപ്പോ എനിക്ക് അയ്യോ അത് അങ്ങനെ ഞാനും മേടിച്ചു കൊടുക്കത്തേ ഉള്ളൂ കേട്ടോ. ആണോ? ഞാൻ അമ്പലത്തിൽ കൊണ്ട് പൈസ എടുത്തില്ല, എന്തായാലും മേടിച്ചു കൊടുക്കും, വിളക്ക് കൊടുക്കും, പേരും നാളും എഴുതി കൊടുക്കാൻ പറയും. ഇല്ലെങ്കിൽ ഇത് ലേലം വെച്ചിട്ട് പൈസ ഉള്ളവ മേടിക്കുക, ഞാൻ പേരും നാളും എഴുതി കൊടുക്കാനേ പറയൂ. ഞാൻ പുഷ്പാഞ്ജലിയും കഴിക്കാറില്ല. അമ്മ ഇങ്ങനെ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ മാത്രം. ദൈവത്തെ മോഷ്ടിക്കരുത്. കാരണം എന്താ അറിയോ, ഒരു വിശ്വാസി അവൻ പൂർണ്ണമായി മനസ്സർപ്പിച്ചു കൊണ്ടുവന്നിടുന്ന ഒരു പൈസയാണ്. അതിൽ നിന്ന് മോഷ്ടിക്കുക എന്ന് പറയുന്നത് വലിയ 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 തെറ്റാണ്, ചെയ്യാൻ പാടില്ല. അത് ചെയ്തവരൊക്കെ ജയിലിലാവണം, ഇപ്പോഴായിട്ടുണ്ട്, ഇനിയുമാകണം. ഉണ്ടെങ്കിൽ അതിനൊരു സുതാര്യത വരുത്തണം, കാരണം ഞാനൊരു വിശ്വാസിയാണ്. ശബരിമലയിൽ ഞാൻ നാമജപ ഘോഷയാത്ര, നേരത്തെ നമ്മൾ വാക്ക് മറന്നു, പങ്കെടുത്ത ആളാണ് ഞാൻ. ആ ഘോഷയാത്രയിൽ പങ്കെടുത്ത ആളാണ്. മനസ്സിലായി? ഒരു ക്ലാരിറ്റി വരണം, അത് വരുത്തണം. ഇല്ലെങ്കിൽ മോശമാണ്, ചെയ്യാൻ പാടില്ല, തെറ്റാണ്, വേദന ഉണ്ടാവും ഒരു വിശ്വാസിക്ക്. മോഷ്ടിച്ചവരെല്ലാം പിടിക്കപ്പെടണം. നമ്മൾ പൊതുവെ ഇങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ, നമുക്ക് മോശം സമയം വരുമ്പോൾ എന്താ പറയാ, സ്വാഭാവികമായിട്ടും ഇതിപ്പോ ഈ ജ്യോതിഷത്തിനെ കുറിച്ച് ഒന്നും അറിയാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിലും പറയും, ഓ ശനിയുടെ ദോഷമാണ്, സൂക്ഷിക്കണം, അല്ലെങ്കിൽ കണ്ടക ശനിയാണെന്നൊക്കെ നമ്മൾ ഇങ്ങനെ തമാശയ്ക്ക് പറയാറുണ്ട്. ഈ മോശം സമയവുമായിട്ട് നമ്മുടെ
ശനി ഭഗവാന് എന്തെങ്കിലും കണക്ഷൻ ഉണ്ട്? അതായത് ജ്യോതിഷത്തിൽ കണ്ടകശനി ഏഴരശനി എന്നൊക്കെ പറയുന്നത് കുറച്ച് പൊതുവെ മോശ സമയമായിട്ടാണ് കണക്കാക്കുന്നത്. കുറച്ച് തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ആളാണ് ശനി എന്നുള്ള നിലയിലൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതിന് പരിഹാരം എന്ന് പറയുന്നത് പ്രവർത്തിക്കുക എന്നുള്ളതും അയ്യപ്പ ക്ഷേത്രത്തിൽ പോയി അർച്ചനയും നീരാജനവും നടത്തുക എന്നുള്ളതുമാണ്. പക്ഷെ അത് എല്ലാവർക്കും അങ്ങനെയല്ല. അതായത് ജ്യോതിഷത്തിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഡീപ്പായിട്ട് പഠിക്കുമ്പോൾ പല ഗ്രഹസ്ഥിതികളിലും പലതരത്തിലാണ്. ചിലർക്ക് ശനി യോഗകാരകനാണ്, അവർക്ക് കണ്ടകശനിയും ഏഴരശനിയും ഒക്കെ നല്ലതായിരിക്കും. ചിലർക്ക് മോശമായിരിക്കും. ഈ മോശവും ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്, ഓരോ ജാതകർക്കും ഓരോ രീതിയിലാണ്. അങ്ങനെയാണ് ജ്യോതിഷത്തിൽ പറയുന്നത്. മനസ്സിലായി? അപ്പൊ അല്ലാതെ എല്ലാവർക്കും കണ്ടകശനി മോശമെന്നോ എല്ലാവർക്കും ഏഴരശനി മോശമെന്നോ എല്ലാവർക്കും ശുക്രദശ നല്ലതെന്നോ ശുക്രന്റെ ഇത് നല്ലതെന്നോ ഇല്ല. ചിലർക്ക് മോശവും ചിലർക്ക് നല്ലതുമാണ്. അങ്ങനെയാണ് ജ്യോതിഷത്തിൽ പറയുന്നത്. അങ്ങനെ നമുക്ക് ഇങ്ങനെ മാറ്റാൻ, അതായത് ശനിദോഷം അതിനാണ് അയ്യപ്പന്റെ, അതിനാണ് ഇപ്പൊ കണ്ടകശനി സമയമാണെങ്കിൽ നിങ്ങൾക്ക് അയ്യപ്പ ക്ഷേത്രത്തിൽ പോവാം, ദർശനം നടത്താം, എള്ളു പായസം നടത്താം, എള്ളു കിഴി കെട്ടി വീട്ടിൽ ദീപം പ്രകാശിപ്പിക്കാം, അർച്ചന നടത്താം, നീരാജനം നടത്താം. ഒപ്പം നിങ്ങൾ ഹാർഡ് വർക്കും ചെയ്യണം. ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട്, എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല, സ്വാതി തിരുനാളിന്റെ ആ ഒരു സമയത്ത് ആണോ, സ്വാതി തിരുനാളിനെ ആണോ എന്ന് എനിക്കറിയില്ല, ആള് വയറ്റില് കിടന്നിരുന്ന ആ ഒരു സമയത്ത് തന്നെ അന്നുണ്ടായിരുന്ന ജ്യോത്സ്യൻ ഇങ്ങനെ പ്രവചിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന സമയത്ത് ജനിക്കും. അതായത് ഫുൾ ജാതകം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, അത് അതുപോലെ തന്നെ നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ആൾക്കാർക്ക് അങ്ങനെ പറ്റുമോ? അങ്ങനെ എടുത്ത് നമ്മൾ പറയുന്ന സമയത്തൊക്കെ പ്രസവിക്കത്തില്ലേ? ഈ തോട്ടൊക്കെ അന്നേ വന്നു എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. അതായത് പറയുന്ന സമയത്ത് പ്രസവിപ്പിച്ചെടുക്കാമെന്ന് സിസേറിയൻ ഒന്നും ഇല്ലാത്തൊരു കാലത്ത് പോലും അങ്ങനെ ഒരു തോട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നതിന്റെ ഒരു അത്ഭുതം. ഒരു ദൈവികമായിട്ടുള്ള കഴിവോ? അല്ല, ഞാനത് അറിഞ്ഞിട്ടില്ലാത്തൊരു കാര്യമാണ്, ഞാൻ പഠിച്ചിട്ടില്ലാത്ത, വായിച്ചപ്പം ചിത്ര പറയുമ്പോൾ കേൾക്കുന്ന ഒരു കാര്യമാണ്. എന്റെ പരിമിതമായ അറിവുകൊണ്ടായിരിക്കാം. ഉണ്ടെങ്കിൽ നല്ലതാണ്. അത്രയും അറിവും പാണ്ഡിത്യമുള്ള ആളുകൾ നമ്മുടെ പൂർവികരായിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അഭിമാനകരമാണ്. ഇപ്പോഴത്തെ പഠിത്തത്തിന്റെ പോരായ്മ കൊണ്ടും ആവാം. ഇപ്പൊ അങ്ങനത്തെ ജ്യോത്സ്യന്മാരില്ലെന്നും ചിത്ര തന്നെ പറഞ്ഞു. അല്ല, എനിക്കറിയത്തില്ല. എനിക്കറിയില്ല. ഇപ്പൊ ഞാൻ അങ്ങനെ ഒന്നും കേട്ടിട്ടില്ല. പെട്ടെന്ന് ഈ ഒരു സംഭവം ഞാനൊരു വലിയൊരു ഫംഗ്ഷന്റെ ഇടയിലാണ് ഞാൻ കേട്ടത്. അപ്പം ആള് പറയുന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടായിരിക്കണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ആദ്യമായിട്ട് കേൾക്കാണ്. ചിലപ്പോ എന്റെ അറിവ് ഇല്ലായ്മ ഉണ്ടാവും. അങ്ങനെ ചെയ്യുന്നവർ ഇപ്പോഴും ഉണ്ടാകാം. എനിക്കതറിയില്ല. ഇപ്പോ ഈ സമയത്തിലൊക്കെ എന്താ പറയാ, ഇന്ന ഒരു സമയം, ഒരു ഇന്ന മിനിറ്റോ സെക്കൻഡോ ഒക്കെ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഫുൾ ജാതകം തന്നെ മാറും? അല്ല, ചെറിയ ചെറിയ മാറ്റങ്ങൾ ഈ ദശാകാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടാകും എന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ ജ്യോതിഷത്തില് സമയം മാത്രമല്ല, ജനിച്ച സ്ഥലത്തിനും പ്രാധാന്യമുണ്ട്, എവിടെ ജനിച്ചു എന്നുള്ളതിനൊക്കെ പ്രാധാന്യമുണ്ട്. പിന്നെ ജാതകം എന്ന് പറയുന്ന ഈ ഫലസൂചികകൾ എന്നുള്ളതിനപ്പുറം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുമെന്നല്ല ആദ്യം നമ്മൾ പറഞ്ഞു തുടങ്ങിയ പോയിന്റ് അതാണ്. ഈ സത്യത്തിൽ ജാതകത്തിൽ എഴുതേണ്ടത് എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന പീരീഡുകളിൽ നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എഴുതേണ്ടത്. അല്ല നീ ഇങ്ങനെ ആയി തീരും, നീ ഇങ്ങനെ നശിച്ചു പോകുമെന്ന് എഴുതിയാൽ ഓട്ടോമാറ്റിക്കലി അവർ നശിച്ചു പോകും. നമ്മുടെ ബ്രെയിനിന്റെ പ്രശ്നം നെഗറ്റീവുകളെ നമ്മൾ എപ്പോഴും കൂടുതലായിട്ട് എടുക്കും. ഇതിനകത്ത് അപകടമുണ്ട് ചിത്രയെ. ഈ ജാതകം എഴുതുമ്പോൾ പഠിച്ചാൽ വലിയ പ്രയോജനം കിട്ടില്ല എന്നൊക്കെ എഴുതിയാൽ ആ കുഞ്ഞിത് വിശ്വസിച്ചിട്ട് ചിലപ്പോൾ പ്രയോജനം ഇല്ലാതായി പൂക്കളയും. അതുപോലെ തന്നെ ഒരു കാര്യമാണ്, ഇന്ന ജാതകക്കാര് ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അച്ഛന് പ്രശ്നമാണ്, അല്ലെങ്കിൽ അമ്മാവന് പ്രശ്നമാണ്, അമ്മയ്ക്ക് എപ്പോഴും രോഗമായിരിക്കും, ഇന്നതൊക്കെ ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോഴേ പേടിച്ചു. അത് ശരിക്കും പറഞ്ഞാൽ ഈ പകുതി പറഞ്ഞു നിർത്തുന്നത് കൊണ്ടുള്ള പ്രശ്നമാണ്. അത്തേ പിതാ മാതുല തസ്യമാതാ പുരാട മാതാപിതൃമാതുലൻ താൻ പുഷ്യേ സ്വയം മാതൃപിതുച്ഛ മാതുലാൻ ഇത്യേവ ദോഷഭവന്തി എന്നൊക്കെ പറഞ്ഞ പദ്യമുണ്ട്. അത്ത നക്ഷത്രത്തിന്റെ ആദ്യത്തെ 15 നാഴികയിൽ പിതാവിന് ദോഷം, അത്തേ പിതാ രണ്ടാമത്തെ 15 നാഴികയിൽ അമ്മാവന്, അങ്ങനെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഇതിന് ശേഷം ഒരു പദ്യമുണ്ട് ചിത്രേ. അത്തവും കുചപാരം ച സപ്തമി വനിതാദിയും പൂരാടം മന്ദനും റിക്ത ചാപരാശികളും ക്രമാൽ പൂയവും ബുധവാരം ച പ്രതിപദം കർക്കിരാശിയും ഇവ യോജിപ്പ് കാൽദോഷം അല്ലായെങ്കിൽ പഴുതുപാദമാം എന്നൊരു പദ്യമുണ്ട്. അത്ത നക്ഷത്രം മാത്രമാണെങ്കിൽ ദോഷമില്ല. അത്ത നക്ഷത്രമായിരിക്കണം, ചൊവ്വാഴ്ച ദിവസമായിരിക്കണം, സപ്തമി തിഥി ആയിരിക്കണം, കന്നിരാശി ലഗ്നം കൂടെ വരണം. ഇത്രയും കണക്ട് ചെയ്ത് വരണം. പൂരാടം മന്ദനും റിക്ത ചാപരാശികളും ക്രമാൽ, പൂരാട നക്ഷത്രമായിരിക്കണം, ശനിയാഴ്ച ദിവസമായിരിക്കണം, ചതുർത്ഥി നവമി ചതുർദശി തിഥിയായിരിക്കണം, ധനുരാശി ലഗ്നം വരണം. പൂയവും ബുധവാരം ച പ്രതിപദം കർക്കിരാശിയും, പൂയ നക്ഷത്രമായിരിക്കണം, ബുധനാഴ്ച ദിവസമായിരിക്കണം, പ്രതിപദം തിഥിയായിരിക്കണം, കന്നിരാശി ലഗ്നം കൂടെ വരണം. ഇത്രയും വന്നെങ്കിലാണ് ദോഷം. ഇത്രയും കൂടെ ചേർന്നൊരു കുഞ്ഞൊന്നും ജനിക്കത്തില്ല. ഈ ജ്യോതിഷ ഗ്രന്ഥങ്ങൾ എഴുതിയവര് മണ്ടന്മാരല്ല, പക്ഷെ ഇത് പകുതി എടുത്തു വെച്ച് അവതരിപ്പിക്കുന്ന ഒരു കുറ്റക്കാരൻ. ചെയ്യാൻ പാടില്ല. അങ്ങനെയാണ് ഈ പേടി വരുന്നത്. ചിത്രം പറഞ്ഞാൽ കറക്റ്റാണ്. ഇതൊരു കുഞ്ഞിനോട് പറഞ്ഞാൽ ആ കുഞ്ഞിന്റെ പേരൻസിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അമ്മാവനൊക്കെ ടെൻഷൻ അടിച്ച് മരിച്ചു. അല്ല, എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. കാരണം ചിത്ര ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അച്ഛന് ദോഷമാണ്. ചിത്ര പിറന്നാൽ അത്തറ തോണ്ടുന്നൊക്കെ ഒരു നാട്ടിലെ മൊഴിയുണ്ട്. കള്ളത്തരമാണ്. അങ്ങനെ ജ്യോതിഷത്തിലില്ല. എന്റെ അച്ഛൻ ചിത്രയെ, എന്റെ അച്ഛൻ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ, കുറച്ചുകൂടെ അപ്പുറപ്പുറമുള്ള വസ്തു മേടിച്ചിട്ടേ ഉള്ളൂ. മനസ്സിലായോ? നല്ല രീതിയിലെല്ലാം ജീവിച്ചു പോയതേ ഉള്ളൂ. വെറുതെ പറയുന്നു. പിന്നെ ദാനശീലരാണ്, അതുകൊണ്ടായിരിക്കാം. കൊടുക്കും.
അപ്പൊ പിന്നെ കൊടുക്കുമ്പം ഇല്ലാണ്ടാവുമല്ലോ, അത് തിരിച്ചു ഇല്ലാതിരിക്കാൻ കിട്ടത്തുമില്ല. വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ maybe പറഞ്ഞിട്ടുണ്ടാവും. ഇങ്ങനെ അതേ പറയാം, അതിനൊക്കെ ഒരു സംസാരിച്ചിട്ടുണ്ടാവും. കാരണം ചിലപ്പോൾ ഉണ്ടാവും. അതുകൊണ്ടായിരിക്കാം പറഞ്ഞാന്നാ എനിക്കും തോന്നുന്നു.